നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്നതാണ്. ഇത് മിക്ക പരീക്ഷകൾക്കും നിങ്ങൾ കാണാറുള്ളതാണ് അല്ലേ? അതെങ്ങനെയാണ് നമുക്ക് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. ട്രൂ എന്നതിനെ YWZJ എന്ന് എഴുതാമെങ്കിൽ ഫാൾസ് എങ്ങനെ എഴുതാം? അപ്പോൾ ട്രൂവിനെ Y എന്നും WZJ എന്ന് എഴുതി അല്ലേ? അപ്പോൾ ഫാൾസ് എന്നത് ആദ്യമായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ട്രൂ എന്നുള്ള ഇവിടെ എഴുതി വെക്കണം. TRUE എന്നിങ്ങനെ എഴുതുക. എന്നിട്ട് ഫാൾസ് ഈ താഴെ അല്ല ഇതെഴുതുക YWZJ എന്നിങ്ങനെ എഴുതി വെക്കുന്നു. ഈ ടി കഴിഞ്ഞിട്ട് എത്ര അക്ഷരം കഴിഞ്ഞാണ് ഈ Y വരുന്നത്? ടി കഴിഞ്ഞ് UVWXY. അപ്പൊ +5 കഴിഞ്ഞാൽ അല്ലേ? ഇവിടെ +5. ഇത് ആറ് കഴിഞ്ഞ് STUVW കണ്ടോ? അത് 5 +5 അക്ഷരം കഴിഞ്ഞാൽ അഞ്ചാമത്തെ അക്ഷരം. യു കഴിഞ്ഞിട്ടോ UVWXYZ കണ്ടോ? 5 +5 ആണ്. EOFGHIJ അല്ലേ? അപ്പോൾ +5. അപ്പൊ ഇതെല്ലാം 5 എണ്ണം കഴിഞ്ഞിട്ടുള്ള സംഖ്യ അല്ലെ? ടി കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ സംഖ്യ എല്ലാം 5 ആണ്. അപ്പൊ നോക്കിയേ, ഫാൾസ് എങ്ങനെ എഴുതാം? ഇവിടെ എഴുതി വെക്കുക FALSE ഫാൾസ്. ഈ ഫാൾസ് കഴിഞ്ഞ് +5 എത്ര വരും? F കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ GHIJK വരും അല്ലേ? ഇവിടെ K വരണം. പിന്നെയോ A കഴിഞ്ഞിട്ടോ BCDEF. അപ്പോൾ F. L കഴിഞ്ഞിട്ടോ LKMNOP P. S കഴിഞ്ഞിട്ടോ TUVWX X. E കഴിഞ്ഞിട്ടോ FGHIJ J. അപ്പോൾ എങ്ങനെ എഴുതാം? ഫാൾസിനെ എങ്ങനെ എഴുതാം? KFPXJ എന്ന് എഴുതാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഓരോ അക്ഷരം തന്നിട്ട് അതിന് ശേഷം അല്ലെ അതിന് മുമ്പായിരിക്കും ചിലപ്പോൾ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിടിക്കാം. ടി കഴിഞ്ഞിട്ട് 5 അക്ഷരം അഞ്ചാമത്തെ അക്ഷരമാണ് ഇത് അല്ലേ? 6 കഴിഞ്ഞിട്ട് വരുന്ന അഞ്ചാമത്തെ അക്ഷരമാണ് ഇത്. അങ്ങനെ ഓരോന്നും അതനുസരിച്ച് ഇത് എഴുതുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും ഈ ഫാൾസിനെ. ബ്രാക്കറ്റ് 3-4 ഓപ്ഷൻ കാണും. അതിലേതാണ് നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് എഴുതി നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടും. സ്പീഡ് ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഏവർക്കും നന്ദി.